ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ചിലപ്പോൾ സെക്കൻഡ് ഗിയർ ആണെന്നോർത്ത് ഗിയർ ഇടും, വീഴുന്നത് ന്യൂട്രലായിരിക്കും. അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിന് പകരമായിട്ട് മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് വീഴും. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട ചില ടെക്നിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനർ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് മാരുതി 800-ലാണ്. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഏത് വാഹനവുമായിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് വാഹനവുമായിക്കോട്ടെ, എല്ലാ വാഹനത്തിലും ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാലിത് ക്ലച്ചിലും ബ്രേക്കിലും വന്നു. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നത്. ഞാനൊന്നും കൂടെ ഇട്ട് കാണിക്കാം. ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുന്നു. ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന മിസ്റ്റേക്ക് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. പല ആൾക്കാരും ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇടും. ഇങ്ങനെ ഇടുന്ന സമയത്ത് സംഭവിക്കുന്നത് സെക്കൻഡ് ഗിയർ ആണെന്ന് കരുതി ചിലപ്പോൾ വീഴുന്നത് ന്യൂട്രലായിരിക്കും. ഈ ന്യൂട്രൽ വീണിട്ട് നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ക്ലച്ച് നയിച്ചിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡ് ഗിയറിൽ വണ്ടി മൂവ് ആകാതെ വണ്ടി ഒരിടത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. ഇനി ചില ആൾക്കാർ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് വലിച്ചങ്ങിടും. വലിച്ചിടുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിന് പകരം വീഴുന്നത് ഫോർത്ത് ഗിയർ ആയിരിക്കും. ഈ ഫോർത്ത് ഗിയറിലേക്ക് വീണാലുള്ള ഒരു പ്രോബ്ലം, നമ്മൾ വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് വാഹനം സെക്കൻഡിന് പകരം ഫോർത്ത് വീണിട്ടാണ് വണ്ടി മുന്നോട്ടെടുക്കുന്നതെങ്കിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ് വരാതെ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഫോർത്ത് ഗിയറൊക്കെ ഇടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്ന ആവറേജ് സ്ട്രെയിറ്റ് റോഡിൽ വാഹനം ആവറേജ് ഒരു 40 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ഫോർത്ത് ഗിയർ കൊടുക്കേണ്ടത്. ഇനി ഇത് നിങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഫസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിയുമ്പോൾ ന്യൂട്രലിലേക്ക് വരുന്നു. ന്യൂട്രലിൽ വന്നതിന് ശേഷം വീണ്ടും ലെഫ്റ്റ് ചേർന്നിട്ടാണല്ലോ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പിടുത്തം വരും. അതായത് ഫസ്റ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ടിട്ട് കഴിയുമ്പോഴത്തേന് ഓൾറെഡി ന്യൂട്രലിലേക്ക് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അവിടുന്ന് വീണ്ടും താഴോട്ടൊന്ന് വരണം. അതായത് 1, 2, മൂന്നാമത്തതിനാണ് സെക്കൻഡ് ഗിയർ വീഴുന്നത്. അതായത് ന്യൂട്രൽ കഴിഞ്ഞ് മൂന്നാമത്തതിനാണ് സെക്കൻഡ് ഗിയർ വീഴുന്നത്. അപ്പോൾ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ കൈ, അതായത് നിങ്ങളുടെ ഇടത്തെ കൈ ഇത് ഇങ്ങനെ ചെരിച്ച് പിടിക്കുക. ഇങ്ങനെ ചെരിച്ച് പിടിച്ചതിന് ശേഷം സെക്കൻഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളിത് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാക്സിമം താഴോട്ട് വരുന്ന രീതിയിൽ സെക്കൻഡ് ഇടുക. സെക്കൻഡ് മാക്സിമം ഇങ്ങോട്ട് ചേർത്തിടുമ്പോൾ നമുക്കറിയാം, ഇത് ഇവിടെ ബലം കൊടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഓൾറെഡി സെക്കൻഡ് ഗിയറേ വീഴത്തുള്ളൂ, ന്യൂട്രലിലേക്ക് വീഴത്തില്ല. പക്ഷെങ്കിൽ നമ്മളിത് ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ, ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെയാണ് ഇടുന്നതെങ്കിൽ സംഭവിക്കുന്ന ഒന്നെങ്കിൽ ഫോർത്ത് ഗിയറിലേക്ക് വീഴും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ന്യൂട്രലിലേക്ക് വീണിട്ട് വണ്ടി മുന്നോട്ട് മൂവ് ആകാത്ത ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെരിച്ച് കൈ പിടിക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇനി ഇതേ ഞാൻ ക്ലച്ച് നയിച്ചിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മെല്ലെ മൂവ് ആക്കുന്നു. മൂവ് ആയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഞാൻ ഇനി സെക്കൻഡ് കൊടുക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, ഇതേ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് വലിച്ച് ഫുള്ള് താഴോട്ട് ഇടുന്നു. ഇതേ സെക്കൻഡ് ഗിയർ വീണു. ഈ ഒരു സമയത്ത് നമുക്ക് ന്യൂട്രലിലേക്ക് വീഴത്തില്ല, സെക്കൻഡ് ഗിയറിന് പകരമായിട്ടുള്ള ഫോർത്തിലേക്കും വീഴത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളിത് ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു വാഹനത്തിൽ കയറിയിട്ട്, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം ഏതായിക്കോട്ടെ, ആ വാഹനത്തിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇട്ടിട്ട് നോക്കണേ. ഇട്ടിട്ട് നോക്കിയാലേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫലപ്രദമാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാരായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത്. നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സിറ്റുവേഷനിൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു,
ചിലപ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ കാണൂ. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഫാമിലിയും കൂടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ വാഹനം മുന്നോട്ടെടുത്തിട്ട് മൂവ് ആക്കി അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി നമ്മളുടെ വാഹനത്തിന് ഒരു വെയിറ്റ് ഉണ്ട്, കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഒരു വെയിറ്റും കൂടെ വരുമ്പോൾ നമുക്ക് നിർത്തിയ ഒരു വാഹനത്തെ മുന്നോട്ട് മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു പവർ കൊടുത്തിട്ട് ക്ലച്ചെന്ന് ഏറ്റവും സാവധാനത്തിൽ കാലയച്ച് വാഹനത്തെ മൂവ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വണ്ടിയെ മുന്നോട്ടെടുക്കാൻ കഴിയത്തുള്ളൂ. പിന്നീട് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ആവറേജ് വാഹനത്തിനൊരു മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് വേണം സെക്കൻഡ് ഗിയർ ഇടുവാനായിട്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് യാത്രക്കാരുണ്ടെന്ന് നിങ്ങൾ കരുതുക. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ഞാനിതേ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉള്ള യാത്രക്കാരുടെ വെയിറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ ക്ലച്ചെന്ന് പതുക്കെ കാലയച്ച് ഒപ്പം ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ആക്കുന്നു. മൂവ് ആയതിനു ശേഷം നിങ്ങൾ നല്ല രീതിയിൽ ആക്സിലേഷൻ കൊടുക്കുക. നല്ല രീതിയിൽ ആക്സിലേഷൻ കൊടുത്തിട്ട് വേണം നിങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ ഇടാൻ. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കുക. നമ്മൾ അല്ലാതെയാണ് പെട്ടെന്നാണ് സെക്കൻഡിലേക്ക് ഇടുന്നതെങ്കിൽ ഓൾറെഡി നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള യാത്രക്കാരുടെ വെയിറ്റും കൂടെ വരുമ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് പെട്ടെന്ന് വാഹനം വീണ്ടിട്ട് വണ്ടി മുന്നോട്ട് വലിക്കണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് വണ്ടി ഓഫായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ക്ലച്ചെന്ന് അയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി മൂവ് ആക്കുക. മൂവ് ആക്കിയിട്ട് കുറച്ച് ആക്സിലേഷൻ കൊടുക്കുക, നല്ല രീതിയിൽ ആക്സിലേഷൻ കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് ചേർത്ത് സെക്കൻഡ് ഗിയർ ഇടുക, പിന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അപ്പോൾ നമുക്കൊരു വാഹനത്തെ വളരെ എഫക്റ്റീവായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ടും ഓർക്കുക. ഇനി വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്രക്കാരുടെ എണ്ണം കുറവാണ്, ഇനി ഒന്നോ രണ്ടോ ആളോ ഉള്ളെങ്കിൽ നമുക്ക് സുഖമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കൃത്യമായിട്ട് നിങ്ങളിത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചേർത്ത് ഫസ്റ്റ് ഇട്ടാൽ ഈ ഒരു മെത്തേഡിൽ കൈ പിടിക്കുക. ഇതിന് പാം മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ മെത്തേഡിൽ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് താഴോട്ട് വലിച്ചിടുക. മാക്സിമം ഗിയർ ഇവിടെ വരെ വന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഫസ്റ്റ് കൊടുത്തിട്ട് വാഹനം മുന്നോട്ട് എടുക്കുന്നു, വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. അതിനുശേഷം ക്ലച്ച് ഔട്ടിട്ട് ഇങ്ങനെ ചേർത്ത് സെക്കൻഡ് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. അപ്പോൾ നമുക്ക് തെറ്റാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് അടുത്തൊരു ഗിയർ ഇടുന്നതുകൊണ്ട്, അതായത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ജെർക്കും, അതായത് ഒരു വൈബ്രേഷന് വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കും വാഹനം ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ സെക്കൻഡ് ഗിയറിലേക്ക് സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ചില ടെക്നിക്കുകളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.